إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا يا أيها الذين آمنوا يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. عن عياض بن حمار أنه قال قال رسول الله صلى الله عليه وسلم إن الله أوحى إلي أن تواضعوا حتى لا يبغي أحد على أحد ولا يفخر أحد على أحد. സമാദരണീയരായ വിശ്വാസിനികളെ, പരമദയാലുവും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും നിയമാവലികളും പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമീനായ റബ്ബ് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ ആകത്തുകയെപ്പറ്റി പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും എന്താണ് നമ്മോട് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ചുരുക്കി പറയുകയാണ് എങ്കിൽ, മനുഷ്യ ഹൃദയത്തിന്റെ സമൂലമായ നവീകരണമാണ് ഇസ്ലാം നമ്മിൽ നിന്നും ലക്ഷ്യം വെക്കുന്നത്. ദിനംപ്രതി എന്നോണം കളങ്കപൂരിതമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാക്കി ശുദ്ധമായ ഹൃദയത്തിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ. എന്താണ് ജീവിത ലക്ഷ്യത്തിന്റെ ഉപമ എന്ന് തിരയുകയാണ് എങ്കിൽ, പരിശുദ്ധ ഖുർആൻ വളരെ സുവ്യക്തമായി നമ്മോട് കാണിക്കുന്ന, നമ്മോട് പറയുന്ന സുന്ദരമായ ഭാഗം നമ്മുടെ ഹൃദയത്തിന്റെ സംശുദ്ധീകരണമാണ് ആ ലക്ഷ്യം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഭയാനകരമായ ഒരു ദിനത്തെ പറ്റി നമ്മോട് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അന്നേ ദിവസം നാം സമ്പാദിച്ച നമ്മുടെ സമ്പാദ്യവും നമ്മുടേതെന്ന് കരുതുന്ന നമ്മുടെ സന്താനവും നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയാത്ത, ഉപകാരപ്പെടാത്ത ആ ദിവസം. യൗമുൽ ലാ യൻഫഉ
മാലും വല ബനൂൻ. പരിശുദ്ധ ഖുർആൻ ആ ദിവസത്തെ ആ രൂപത്തിലാണ് വിശേഷിപ്പിച്ചത്. നമ്മുടെ മാലും നമ്മുടെ സന്താനവും നമുക്ക് പ്രയോജനപ്പെടാത്ത അതിഭീകരമായ ഒരു ദിവസം വരാനുണ്ട്. എന്നാൽ ആ ദിനത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന, ഇവ രണ്ടും പ്രയോജനപ്പെട്ടു പോകുന്ന ഒരു ഗുണമടങ്ങിയ മനുഷ്യരെ പറ്റി പരിശുദ്ധ ഖുർആൻ ആ ആയത്തിന് ശേഷം പറയുന്നുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഏറ്റവും സുരക്ഷിതമായ ഹൃദയവും കൊണ്ട് അള്ളാഹുവിന്റെ സമീപത്തേക്ക് അണയുന്ന, അള്ളാഹു അനുവദിച്ചു നൽകിയിട്ടുള്ള ഈ ജീവിത കാലയളവുകളിൽ അവൻ തന്നെ നൽകിയിട്ടുള്ള ഹൃദയത്തെ സംശുദ്ധമാക്കി സംരക്ഷിച്ചു പോന്നിരുന്ന, യാതൊരുവിധ പോറലുമേൽക്കാതെ മാലിന്യവും ഏൽക്കാതെ അതിനെ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ അതിനെ സംരക്ഷിച്ചു പോന്നിരുന്ന ഖൽബുൻ സലീമായി സുരക്ഷിത ഹൃദയവുമായി അള്ളാഹുവെ സന്ധിക്കുന്ന മനുഷ്യരൊഴികെ ബാക്കിയുള്ള മുഴുവൻ വിഭാഗങ്ങൾക്കും അവരുടെ സന്താനവും സമ്പാദ്യവും പ്രയോജനപ്പെടാത്ത ഒരു ദിവസമാണ് അത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അനേക ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാകേണ്ടത് നമ്മുടെ ഹൃദയത്തെ പാപരഹിതമായി നിലനിർത്തുക എന്നുള്ള അതീവ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തിൽ പരാജയപ്പെടുമ്പോഴാണ്, ആ ദൗത്യം നമ്മെ വിജയിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ആ കളങ്ക പൂരിതമായ ഹൃദയവുമായി അള്ളാഹുവെ സന്ധിക്കേണ്ടി നമുക്ക് വരിക. നമ്മുടെ ഊണിലും ഉറക്കത്തിലും, നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും നമ്മുടെ ഹൃദയത്തെ അത്തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും മുക്തമാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവമായി നാം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഒട്ടനവധി മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തെ ബാധിക്കുന്ന മാരകമായ രോഗത്തെപ്പറ്റി, ഭൗതികമായ രോഗത്തെപ്പറ്റിയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ വരുത്തിവെക്കാവുന്ന മാരകമായ ഭവിഷ്യത്തുകളെ പറ്റിയും നമുക്കറിയാവുന്നതാണ്. എന്നെ കേൾക്കുന്ന പല ആളുകളും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രോഗം പിടിപെട്ടവരായിക്കൊണ്ട് ഇരിക്കുന്നുണ്ടാകാം. അത് മാറുവാൻ വേണ്ടിയുള്ള ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. ശരീരത്തിൽ ഹൃദയത്തിന് എത്രമാത്രം പ്രസക്തമാണോ ഹൃദയം വഹിക്കുന്ന പങ്ക്, അത്തരത്തിലുള്ള അതിനേക്കാൾ തീവ്രമായ പ്രസക്തിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസ സംരക്ഷണത്തിന് ഹൃദയം വഹിക്കുന്ന പങ്ക്. എന്താണ് ഹൃദയത്തിന്റെ ദൗത്യം? എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരീരത്തിന്റെ മുക്കുമൂലകളിലേക്ക് ശരീരത്തിന്റെ വളർച്ചക്കാവശ്യമായ, ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പോഷകങ്ങൾ വഹിച്ചുകൊണ്ട് ഹൃദയത്തെ സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് ഹൃദയം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ദൗത്യം. എല്ലാ ശാരീരിക അവയവങ്ങളുമായി ഹൃദയത്തിന് പങ്കുണ്ട്. അത്തരത്തിൽ ആത്മീയ ജീവിതത്തിലും വിശ്വാസികളുടേതെന്നെല്ലാം മുഴുവൻ മനുഷ്യരുടെയും പ്രവർത്തനങ്ങളിലും അവരുടെ ഹൃദയത്തിന് കാര്യമായ പ്രസക്തിയുണ്ട് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ നോട്ടത്തിൽ ഹൃദയത്തിന് പ്രസക്തിയുണ്ട്, അവരുടെ സംസാരത്തിൽ ഹൃദയത്തിന് പ്രസക്തിയുണ്ട്, അവരുടെ കേൾവിയിൽ ഹൃദയത്തിന് പ്രസക്തിയുണ്ട്, അവരുടെ ഇടപാടുകളിൽ, അവരുടെ നിലപാടുകളിൽ അവരുടെ ഹൃദയത്തിന് കാര്യമാത്രമായ പ്രസക്തിയുണ്ട് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, ആ അവയവമെങ്ങാനും നന്നായി കഴിഞ്ഞാൽ സഹോദരരെ, നിങ്ങളുടെ ശരീരം ആസകലം നന്നായി എന്നും, ആ അവയവമെങ്ങാനും കേടുവന്നു പോയി കഴിഞ്ഞാൽ ശരീരം ആസകലം കേടുവന്നു പോയി എന്നും പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ വിവക്ഷ നമുക്ക് കാണാൻ കഴിയുന്നത് ആ രൂപത്തിലാണ്. ആ രൂപത്തിൽ ഹൃദയത്തെ പരിവർത്തിപ്പിക്കുവാൻ, നവീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ഗുണമാണ് വിനയം ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. പലപ്പോഴും വിനയം എന്നുള്ള അതിമഹത്തായ ഗുണത്തെ നാം വായിക്കാറുള്ളത് തെറ്റായ പല രൂപത്തിലുമാണ്. ചില മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹമാകുന്ന വിനയത്തെ പലപ്പോഴും കാണാനുള്ളത് ദുർബലതയുടെ അടയാളമായി കൊണ്ടാണ് നമ്മൾ അതിനെ വായിക്കാറുള്ളത്. തണ്ടില്ലാത്തവനാണ് എന്ന് പോലും നമ്മൾ പലപ്പോഴും അത്തരക്കാരെ പറ്റി പറയാറുണ്ട്. ജീവിതത്തിൽ അത്തരത്തിലുള്ള കണിശതകൾ വെച്ചു പുലർത്താതെ എല്ലാ മനുഷ്യരുമായി രഞ്ജിപ്പോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെ, അത്തരത്തിൽ ഷണ്ടകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ,
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് വിനയം കൈമുതലാക്കിക്കൊണ്ട് ജീവിതത്തെ സമീപിക്കുന്ന മനുഷ്യരെ നല്ല രൂപത്തിലല്ല പലപ്പോഴും ജനങ്ങൾ അഭിസംബോധന ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ വായിക്കാറുള്ളത്. പേടിത്തൊണ്ടൻ എന്നുള്ള പേരിലും അത്തരത്തിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രൂപത്തിലുള്ള പല പ്രയോഗങ്ങൾ കൊണ്ടും അത്തരക്കാരെയെല്ലാം നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ അള്ളാഹു പഠിപ്പിക്കുന്ന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന തവാദു എന്ന് പറയുന്ന വിനയം എന്നുള്ള ഗുണത്തെ വേണ്ട രൂപത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രസക്തമായ ഗുണമായിക്കൊണ്ടാണ് പ്രവാചകൻ വിനയത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ അവിടുന്ന് പറയുന്നുണ്ട്, മാനഖസത്തു സദഖത്തും മിൻ മാൽ, നിങ്ങൾ നൽകുന്ന സ്വതക്ക നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരു കുറവും വരുത്തുന്നില്ല കേട്ടോ. നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും നിങ്ങൾ മാറ്റിവെക്കുന്ന വിഹിതം അർഹമായവർക്ക് നിങ്ങൾ വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന ആ വിഹിതം നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരു കുറവ് വരുത്തുന്നില്ല. അള്ളാഹു ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അത് നിങ്ങളിലേക്ക് തന്നെ മടക്കി നൽകുന്നതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നു. മാനഖസതു സദഖത്തും മിൻ മാൽ, വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തിൽ നിന്നുമുള്ള നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങളുടെ സമ്പത്തിന് യാതൊരുവിധ കേടുപാടും വരുത്തുന്നില്ല. ശേഷം പ്രവാചകൻ പഠിപ്പിക്കുന്നു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച കാണിക്കുന്നതിലൂടെ, വിട്ടുവീഴ്ച പരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിലൂടെ അള്ളാഹു ഒരു മനുഷ്യന്റെ പ്രതാപം ഉയർത്താതിരുന്നിട്ടില്ല. വിട്ടുവീഴ്ച കാണിക്കുക എന്നുള്ളത്, അങ്ങേയറ്റം വിട്ടുവീഴ്ച സമീപനം ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് അത്തരക്കാരെ അള്ളാഹു ഇഹവര ജീവിതത്തിൽ ഉന്നതിയിലേക്ക്, ഇസ്സത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമെന്ന് നുണ പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു, വമാ തവാലഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ആ വിനയം കൊണ്ട് അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല എന്നും, ആ വിനയം സ്വീകരിക്കുന്നവർക്ക് ഉന്നതമായ പദവികളാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ വിനയം സ്വീകരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ വലിയ നഷ്ടമായി കൊണ്ട്, വലിയ അപമാനമായി കൊണ്ട് കാണേണ്ടതില്ല എന്ന് പ്രവാചകന്റെ വചനങ്ങൾ, ഹദീസുകൾ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നു പോവുകയാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിനയത്തെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. വിഖ്യാതനായ പണ്ഡിതനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള തഖ്വ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യർ അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, എങ്ങനെയാണ് താങ്കൾ ഈ ജീവിതത്തിൽ ഇത്രമാത്രം സൂക്ഷ്മതാപരമായിട്ടുള്ള സമീപനങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് അങ്ങേയറ്റം വിനയത്തോടുകൂടി താങ്കൾ ജീവിക്കുന്നത്? ഇബ്രാഹിം ഇബ്നു അദ്ഹം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഞാൻ ആദ്യ കാലഘട്ടത്തിലൊന്നും, എന്റെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിലൊന്നും ഇത്രയും സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനൊന്നും ആയിരുന്നില്ല. അങ്ങേയറ്റം അലസമായ ജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നത്. ആയിടക്കാണ് ഞാൻ അങ്ങാടിയിൽ നിന്നും ഒരു അടിമയെ വില കൊടുത്തു വാങ്ങുന്നത്. അങ്ങനെ ആ അടിമയുമായി എന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ ആ അടിമയോട് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? ആ അടിമ എന്നോട് പറഞ്ഞു, ഇതുവരെ എനിക്ക് പേരൊന്നും നൽകിയിട്ടില്ല. യജമാനനെ എന്താണോ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേര് എന്നെ വിളിച്ചാൽ മതി. അദ്ദേഹം പിന്നീട് ചോദിച്ചു, എന്താണ് നിനക്ക് കഴിക്കാൻ വേണ്ടത്? എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നൊന്നില്ല. എന്താണോ അങ്ങ് എനിക്ക് നൽകുന്നത് അത് കഴിച്ചുകൊണ്ട് ഞാൻ സായുജ്യം അടയും. മൂന്നാമതായി ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് ധരിക്കാനുള്ള വസ്ത്രമായി വേണ്ടത്? ആ മനുഷ്യൻ ആവർത്തിച്ചു, അങ്ങനെ ഇഷ്ടപ്പെട്ട വസ്ത്രം എന്നൊന്നും എന്റെ ജീവിതത്തിലില്ല. അങ്ങക്ക് എന്താണോ എനിക്ക് നൽകാൻ കഴിയുന്നത്, ധരിക്കാൻ കഴിയുന്നത്, സാധിക്കുന്നത് അത് തന്നാൽ മതി, ഞാനത് ധരിച്ചു കൊള്ളാം. ഈ അടിമയുടെ ഈ വർത്തമാനം ആ മനുഷ്യന്റെ ജീവിതത്തിൽ, ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ജീവിതത്തിൽ വല്ലാത്ത വിപ്ലവം കാഴ്ചവെക്കുകയാണ്. മനുഷ്യനായ ഉടമയോട് മനുഷ്യനായ അടിമ കാണിക്കുന്ന ഈ വിധേയത്വം, ഈ വിനയം എന്തുകൊണ്ട് സർവാധിരാജനായ
സർവാധികാരിയായ അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യനായ എനിക്ക് എന്റെ യജമാനനോട്, എന്റെ രക്ഷിതാവിനോട്, എന്റെ ഉടമയോട് ജീവിതത്തിൽ കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചിന്ത എന്നെ മാറ്റി ചിന്തിപ്പിച്ചു. എന്റെ ജീവിതത്തിന്റെ മുക്കുമൂലകളിൽ ആ രക്ഷിതാവിന് വേണ്ടിയുള്ള വിനയവും വിധേയത്വവും ഞാൻ കാണിച്ചു തുടങ്ങി. ആ സന്ദർഭം മുതലാണ് എന്ന് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ശിഷ്യന് നൽകുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കും. നാം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം ഇടക്കിടക്ക്. എത്രയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി നൽകിയിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വിഭവങ്ങളെ എണ്ണി നോക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യപ്പെടലിന് ശേഷം അള്ളാഹു തന്നെ കലാമിലൂടെ പറയുന്നത് നിങ്ങൾക്കതിന് സാധ്യമല്ല. ലാ തുഹ്സൂഹ. ആ ഒരു ക്ലിപ്തപ്പെടുത്തലുകൾക്ക്, ആ ഒരു എണ്ണിത്തിട്ടപ്പെടുത്തലുകൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങളൊന്നും പര്യാപ്തമല്ല. മനുഷ്യർക്കാകമാനം വേണ്ട. ഞാനെന്ന എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിഭവങ്ങളുടെ ആഴവും വ്യാപ്തിയും അടക്കം നമ്മളൊന്ന് ആലോചിക്കണം. ആ ആഴവും വ്യാപ്തിയും തിരിച്ചറിയുമ്പോൾ ആ രക്ഷിതാവിന് തിരികെ നൽകേണ്ടുന്ന വിനയത്തിനും വിധേയത്വത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് പര്യാപ്തമായിട്ടുള്ളതാണോ നാം തിരിച്ചു നൽകുന്ന വിനയം, വിധേയത്വം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു ആവശ്യപ്പെടുന്നു അങ്ങേയറ്റം വിധേയത്വവും വിനയവുമുള്ളവനാകണം അടിമ. രക്ഷിതാവിനോട് മാത്രമല്ല, പടപ്പുകളോടും വിനയത്തോടു കൂടിയുള്ള സമീപനമാണ് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. ഒരു വൃക്ഷത്തയ്യെ പോലും ഉപമിച്ചു കഴിഞ്ഞാൽ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾക്ക് ഏത് രൂപത്തിലാണ് പ്രകൃതി പോലും പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങേയറ്റം ഫലങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു മാവിനെ, ഒരു ഫലവൃക്ഷത്തെ ഉപമിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും തൂങ്ങി നിൽക്കുന്ന ചില്ല ഏത് ചില്ലയായിരിക്കും? ആ വൃക്ഷത്തിൽ ഏറ്റവും അധികം ഫലങ്ങൾ ഉണ്ടായിട്ടുള്ള പൂത്തുലഞ്ഞു നിൽക്കുന്ന ചില്ലയാണ്, ശിഖരമാണ് ഭൂമിയിലേക്ക് ഏറ്റവും അധികം താഴ്ന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രകൃതി പഠിപ്പിക്കുന്ന നിയമമാണ്, പ്രകൃതി പഠിപ്പിക്കുന്ന വിനയമാണത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. അള്ളാഹു നൽകിയിട്ടുള്ള വിഭവങ്ങൾക്ക് സമാനമായി ആ വിഭവങ്ങളുടെ തൂക്കത്തിനും ആക്കത്തിനും അനുസരിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതം അള്ളാഹുവിങ്കലേക്ക് താഴ്ന്നു പോകുന്നുണ്ടോ? അതല്ല ആ വിഭവങ്ങളുടെ പേരിലുള്ള അഹങ്കാരം കൊണ്ട് ആകാശത്ത് മുട്ടുമാറ് നമ്മുടെ അഹങ്കാരം വളരുകയാണോ ചെയ്യുന്നത്? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ? കൃത്യമായ പരിശോധന ആ വിഷയത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിമാരായ അടിമകളെ പറ്റി, അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും സാമീപ്യം നൽകുന്ന അടിമകളെ പറ്റി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും സാമീപ്യം നൽകപ്പെടുന്ന പരമകാരുണികനായ അള്ളാഹുവിന്റെ അടിമകളുടെ ഗുണഗണങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അങ്ങേയറ്റം വിനയത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുന്നവരാണ് അവർ. ലോകത്ത് അനേകായിരം മതങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആയിരക്കണക്കിന് മതങ്ങൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതവും ഇസ്ലാമിനപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുകയില്ല. എങ്ങനെയാണ് നടക്കേണ്ടത്? നടക്കുക എന്നുള്ളത് സ്വാഭാവികമായ ജീവപ്രക്രിയയാണ്. ഒരു കുഞ്ഞ് വളർന്നു ആ കുഞ്ഞിന്റെ ശാരീരിക ക്ഷമത വളരുന്നതിനനുസരിച്ച് അവൻ നടക്കൽ എന്നുള്ള പ്രവർത്തനം സ്വാഭാവികമായും അവരുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്നു. എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ആരോഗ്യമതിയായിട്ടുള്ള മനുഷ്യനോട് അള്ളാഹുവിന്റെ കൽപ്പന, നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഭൂമിയിലൂടെ നടക്കുകയാണ് എങ്കിൽ, ഭൂമിയിലൂടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, വിവിധ കാര്യങ്ങളിലൂടെ ഇടപെടുകയാണ് എങ്കിൽ അങ്ങേയറ്റം വിനയാന്വിതരായിക്കൊണ്ട് കാര്യങ്ങളെ സമീപിക്കുവാൻ വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവന്റെ ഏറ്റവും സമീപസ്ഥരായ അടിമകളുടെ അടയാളം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. ഏറ്റവും ഗൗരവകരമായി നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതം, നാം സ്വീകരിക്കുന്ന നയനിലപാടുകൾ, നാം നമ്മോട് ഇടപെടുന്ന മനുഷ്യരോട് കാണിക്കുന്ന സ്വഭാവങ്ങൾ, അവരോട് കാണിക്കുന്ന പെരുമാറ്റങ്ങൾ ഏതു രൂപത്തിലാണ് നാം ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ള ഏറ്റവും ശക്തമായ ആലോചന നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേതായി ഇമാം ഗസ്സാലി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. സൽമാനുൽ ഫാരിസിയെ അക്കാലഘട്ടത്തിലുള്ള ചില മനുഷ്യർ
ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വന്ന മനുഷ്യർ അദ്ദേഹത്തെ അപഹസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അങ്ങേയറ്റം മോശമായ രീതിയിൽ പലപ്പോഴും നാം ഒത്തുകൂടുമ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ സംഭവിക്കാറുള്ള സ്ഖലിതങ്ങൾ അത്തരത്തിലുള്ള ചില ആളുകളുടെ വായിൽ നിന്നും പുറത്തു വരികയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യരെ തിരുത്തിക്കൊണ്ട് അവരോട് പറയുന്ന ഭാഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, വജദനൽ ഖറമ ഫി തഖ്വ, നാം സൂക്ഷ്മതയിൽ അങ്ങേയറ്റം ഔന്നത്യം കണ്ടെത്തിയവരാണ്, ഔദാര്യം കണ്ടെത്തിയവരാണ്. സൂക്ഷ്മത പാലിക്കുന്നതിലൂടെ അങ്ങേയറ്റം ഔദാര്യത്തെ കണ്ടെത്തിയവരാണ് നമ്മൾ. വൽ ഗിനാ ഫിൽ യഖീൻ, ദൃഢവിശ്വാസത്തിൽ ഐശ്വര്യം കണ്ടെത്തിയവരാണ് നമ്മൾ. അള്ളാഹുവിങ്കൽ ഉള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് ജീവിതത്തിന്റെ ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ഐശ്വര്യം കണ്ടെത്തിയവരാണ് വിശ്വാസികൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ കേൾക്കുന്ന ആ സമൂഹം കടന്നു വന്ന വഴികളിലൂടെ പഠിപ്പിക്കുകയാണ്. എല്ലാ അളവുകോലുകളിലും അങ്ങേയറ്റം ദുഷ്ടതകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ സമൂഹത്തെ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കൊണ്ട് അള്ളാഹു പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്ന ആ സമുദായത്തെ, ആ സമൂഹത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കൊരു കാലം കടന്നു പോയിട്ടുണ്ട്, നമ്മൾ കടന്നു വന്ന കാലം ഈ രൂപത്തിലുള്ളതായിരുന്നു. അവസാനമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, വിനയത്തിൽ ഔന്നത്യവും കണ്ടെത്തിയവരാണ് നമ്മൾ. ആ നമുക്കിടയിൽ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകരുത്, അത്തരത്തിലുള്ള സമീപനങ്ങൾ പരസ്പരം നമ്മൾ കാണിക്കരുത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി ആ സമൂഹത്തെ, പ്രവാചകന്റെ അനുചരന്മാരെ ഉണർത്തുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം കൃത്യമായ പരിശോധനകൾക്ക് നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട്. ഒട്ടനവധി രംഗങ്ങൾ ജീവിതത്തിൽ ഒന്ന് അഹങ്കരിച്ചു കളയാം, ജീവിതത്തിൽ എന്തൊക്കെയോ ആയിട്ടുണ്ട് എന്നുള്ള പലതരത്തിലുള്ള ചിന്തകൾ പലപ്പോഴും നമ്മെ അത്തരത്തിലുള്ള അധമമായ പല പ്രവർത്തനങ്ങളിലേക്കും പല സമീപനങ്ങളിലേക്കും പലപ്പോഴും നമ്മെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ കൃത്യമായ പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ രൂപത്തിൽ ഹൃദയത്തിന് യാതൊരുവിധ കളങ്കവും വരുത്താതെ കൃത്യമായി ഹൃദയത്തെ സംരക്ഷിക്കുവാനും ഹൃദയത്തിനേൽക്കുന്ന അത്തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും കൃത്യമായി ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കലാമും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും മുൻനിർത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ, ഹൃദയ സംരക്ഷണം പരമാവധി പാലിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പരമാവധി ജീവിതത്തിൽ പകർത്തി പാലിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ് അവന്റെ സച്ചരിതരായ ദാസരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, വിചാരണയുടെ വേളയിൽ ഒരു അടിമയുടെ തുലാസിൽ ഏറ്റവും അധികം കനം തൂങ്ങുന്ന നന്മ എന്നുള്ളത് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്നുള്ളതാണ്. അവൻ ഫർദ് നമസ്കാരമേ നിർവഹിക്കുന്നുള്ളൂ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ അവന്റെ ജീവിതത്തിലുള്ളൂ. പക്ഷേ അവന്റെ ജീവിതം സൽസ്വഭാവം കൊണ്ട് സമ്പന്നമാണ് എങ്കിൽ അവന്റെ തുലാസിൽ അവൻ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള കനം തൂങ്ങുമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണത്. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പല നന്മകളും അതിന് വലിയ പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. വിനയം ആ വിഷയത്തിൽ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിൽ നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു ഗുണമാണ്. വിനയത്തെ പറയുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു പദമാണ് അഹങ്കാരം എന്നുള്ളത്.
വിനയം എന്നുള്ള ഗുണമുള്ള ഹൃദയത്തിൽ അഹങ്കാരം എന്നുള്ള മാലിന്യം ഉണ്ടാവുകയില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഏറെ പ്രസക്തമായ ഒരു കാര്യം. ഒരു മനുഷ്യനിൽ അഹങ്കാരമുണ്ട് എങ്കിൽ ആ മനുഷ്യനിൽ വിനയം ഉണ്ടാവുകയില്ല. എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം അഹങ്കാരത്തെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബ്രിൻ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അണുമണിയോളം അഹങ്കാരമുണ്ട് എങ്കിൽ അവൻ സ്വർഗം നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. ശേഷം പ്രവാചകന്റെ സ്വഹാബത്തിന് സംശയമായി, എന്താണ് അഹങ്കാരം? വില കൂടിയ വസ്ത്രം ധരിക്കുന്നത് അഹങ്കാരമാകുമോ പ്രവാചകരെ? വില കൂടിയ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ അഹങ്കാരമാകുമോ? എന്നിത്യാദിയുള്ള സംശയങ്ങൾ പ്രവാചകരോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അഹങ്കാരത്തെ സുന്ദരമായി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. കിബ്ർ എന്നുള്ളത്, അഹങ്കാരം എന്നുള്ളത്, അത് സത്യത്തെ നിരാകരിക്കലാണ്. അത് ജനങ്ങളെ കൊച്ചാക്കി കാണലുമാണ്. സത്യം കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് തിരുത്തേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ദുശ്ശാഠ്യം പിടിച്ചുകൊണ്ട്, ദുരഭിമാനം നടിച്ചുകൊണ്ട് ആ സത്യത്തെ അവഗണിക്കുകയും അസത്യത്തിൽ പിടിമുറുക്കി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കിബ്ർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളെ കൊച്ചാക്കി കാണുന്ന പ്രവണതയുമാണ്, അവഗണിക്കലുമാണ്. നമ്മുടെ വസ്ത്രധാരണം ജനങ്ങളെ അവഗണിക്കുന്നുണ്ട് എങ്കിൽ അത് കിബ്റാണ്. നമ്മുടെ വാഹനം അത് ജനങ്ങളെ അവഗണിക്കുന്നുണ്ട് എങ്കിൽ, അവരെ അപഹസിക്കുന്നുണ്ട് എങ്കിൽ അത് കിബ്റാണ്. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവണതകൾ, നമ്മുടെ നിലപാടുകൾ ജനങ്ങളെ അവഗണിക്കുന്നതാണ്, അവമതിക്കുന്നതാണ് എങ്കിൽ അത് കിബ്റാണ്. ആ ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കൂ. എത്രയോ രംഗങ്ങൾ പ്രവാചകന് അഹങ്കാരം പ്രകടമായി കാണിക്കുവാൻ സാധിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ് നുബുവത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ ആ സദസ്സിൽ ഇരിക്കുന്ന വേളയിൽ പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകന് കൊടുത്തിരുന്ന മൂല്യം അതിവിശിഷ്ടമാണ്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ നിന്നുമുള്ള അത്തരത്തിലുള്ള അമിതമായ ആദരവുകൾ ആഗ്രഹിക്കാതെ, അത്തരത്തിലുള്ള ആദരവുകളിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണതയാണ് പ്രവാചകൻ എല്ലാ കാലഘട്ടത്തിലും കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രവാചകനെ കാണാൻ വിദൂര ദേശത്ത് നിന്നും ഒരു മനുഷ്യൻ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുന്ന ചരിത്രം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കൂടിയ ആൾക്കൂട്ടത്തിനോട് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി പറയുന്നു, ഞാനാണ് മുഹമ്മദ്. അതായത് പ്രത്യക്ഷത്തിൽ പ്രവാചകനെ പരിചയമില്ലാതെ ഒരു മനുഷ്യൻ കടന്നു വന്നാൽ പോലും വേഷഭൂഷാദികൾ കൊണ്ടോ പ്രത്യേക സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഇരിപ്പിടങ്ങൾ കൊണ്ടോ ഈ ഇരിക്കുന്നതാണ് പ്രവാചകൻ, ദൈവ തിരുദൂതർ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ ജനങ്ങളുമായി ഇഴുകിച്ചേർന്നിരുന്ന പ്രവണതയായിരുന്നു, ജീവിത സമീപനമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചിരുന്നത് എന്നുള്ളതാണ്. പ്രവാചകനാണ് വിശ്വാസികളുടെ മാതൃക. അള്ളാഹുവിന്റെ പ്രവാചകനെ വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതിഹി യുസല്ലൂന അലൻ നബി. നിശ്ചയമായും അള്ളാഹുവും അവന്റെ അനേക ലക്ഷം മലായികത്തുകളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് നടത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വിശ്വാസികളെ ആയതിനാൽ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് ആ സലാത്ത് നിങ്ങൾ നടത്തുക. എത്രയോ വിശിഷ്ടമായ ഉന്നതമായ സ്ഥാനമാണ് അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അനുവദിച്ചു നൽകിയിരുന്നത് നമ്മൾ ആലോചിക്കണം. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അമിതമായി വാഴ്ത്തിയിരുന്ന, അമിതമായി പുകഴ്ത്തിയിരുന്ന സ്വഹാബത്തിനെ തിരുത്തിക്കൊണ്ട് പറയുന്ന എത്രയോ ഹദീസുകൾ നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ വായിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തെ വാഴ്ത്തിയിരുന്ന, അമിതമായി പുകഴ്ത്തിയിരുന്ന സദസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സദസ്യരെ തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈസ ഇബ്നു മറിയമിനെ
അദ്ദേഹത്തിന്റെ സമുദായം വാഴ്ത്തിയതുപോലുള്ള വാഴ്ത്തലുകൾ എന്നെ നടത്തേണ്ടതില്ല. അത്തരത്തിലുള്ള പുകഴ്ത്ത് പാട്ടുകൾ എനിക്ക് വേണ്ടി പാടേണ്ടതില്ല. അത്തരത്തിലുള്ള വിശേഷണങ്ങൾ എനിക്ക് നിങ്ങൾ നൽകേണ്ടതില്ല. നിങ്ങൾ പറയുകയാണ് എങ്കിൽ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമ എന്നും അവന്റെ ദൂതനെന്നും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന് അവരുടെ വിശേഷണങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്യരെ തിരുത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരാനുള്ള വേളയായി നമ്മൾ കണക്കാക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ആയുസ്, അതിന്റെ കാലാവധിയെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അഹങ്കാരപരമായ ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. നമുക്ക് ഭക്ഷണാവശ്യത്തിനു വേണ്ടി നാം അറുക്കുന്ന ഒരു കോഴി പോലും 5 മിനിറ്റുകൾക്കപ്പുറത്ത് അറവിന് ശേഷവും ജീവനോടെ നിലകൊള്ളുന്നുണ്ട്, പിടക്കുന്നുണ്ട്. എന്നാൽ നിമിഷാർദ്ധങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഹാർട്ട് അറ്റാക്ക്, അത്തരത്തിലുള്ള രോഗങ്ങൾ, മാരകമായ അപകടങ്ങൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് നിമിഷാർദ്ധങ്ങൾക്കിടയിലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സന്താനം നമ്മുടേതെന്ന് കരുതുന്നത് മുഴുവനും നമ്മിൽ നിന്നും അരിഞ്ഞിറങ്ങി പോകുവാൻ ഒരുപാട് സമയമൊന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവാണ് അഹങ്കാരമുക്തമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ സഹായിക്കേണ്ടത്. ആ രൂപത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടുന്തോറും അള്ളാഹുവിങ്കലേക്ക് വിനയാന്വിതരാകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നടത്തേണ്ടതുണ്ട്. ആ രൂപത്തിൽ ജീവിതത്തെ യഥാർത്ഥമായി വായിക്കുന്ന, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ജീവിതത്തെ സമീപിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പകരമായി അങ്ങേയറ്റം വിനയാന്വിതരായിക്കൊണ്ട് ജീവിതത്തെ സമീപിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ അനുഗ്രഹ വേളകളിൽ പിശാചിന്റെ ദുർബോധനത്തിന് വശംവദമായി അഹങ്കാരം പ്രവർത്തിക്കാതിരിക്കാനുള്ള എല്ലാവിധമായ ഈമാനികമായ ശക്തിയും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു അവർക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും, നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ, മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്ന, പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന മനുഷ്യർ, അള്ളാഹു അവർക്ക് സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا أجر والدنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.